ഇതിന്റെ സ്റ്റോറി വെച്ചിട്ട് ബ്രില്യൻറ്റ് സ്റ്റോറിയാണ്. ആ സ്റ്റോറിയെ നല്ല രീതിയിൽ സംവിധാനം ചെയ്യാനായിട്ട് ദിനേശ് സാറിന്റെ മകന് സാധിച്ചു. പിന്നെ എടുത്തു പറയത്തക്ക ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. അതായത് ഈ കഥാപാത്രങ്ങളെല്ലാം സൂട്ടബിളായിട്ട് കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓരോ നിമിഷവും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു നിമിഷം പോലും ബോറടിക്കാതെ അവസാനം വരെ എന്ത് സംഭവിക്കുമെന്നുള്ള കണ്ടിരിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കിയ പടം. സൂപ്പർ പടം, ത്രില്ല് പടം. അന്വേഷണ കഥ പറയുന്നതിനേക്കാളും ഉപരി എല്ലാ അർത്ഥത്തിലും മ്യൂസിക് ആണെങ്കിലും രഞ്ജിൻ രാജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്ങുകളാണെങ്കിലും ഉള്ള സാധാരണ ഒരു അന്വേഷണ കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുലിക്കുണ്ടായിരിക്കുന്നത് പുലിക്കുട്ടി തന്നെയാണെന്ന് പറയുന്ന പോലെ തന്നെ ഡയറക്ടർ വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണു വിനയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ഡയറക്ടറാണ് ചെയ്തേക്കണമെന്നുള്ളത് പറയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. പിന്നെ അഭിലാഷ് സ്ക്രിപ്റ്റ് ആണെങ്കിലും ഉള്ള സൂപ്പറായി, ഇതുവരെ പറയാത്ത പല രീതിയിലും നല്ലൊരു സ്ക്രീൻ പ്ലേ, അതിനേക്കാളും നന്നായിട്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുന അശോകൻ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. കാവേരി മാം ആണെങ്കിലും കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ പുള്ളിക്കാരിനെ ഫീൽഡിൽ കാണുന്നത്. ഒരു എല്ലാ അർത്ഥത്തിലും ഫാമിലി വന്ന് കാണാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുവരെ ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നത്. നമസ്കാരം. നമ്മുടെ വിഷ്ണു വിനയൻ സാറിൻ്റെ മകൻ സംവിധാനം ചെയ്ത അടിപൊളി സിനിമ. അതുപോലെ നമ്മുടെ അശോകൻ ചേട്ടൻ്റെ മകൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ്, അല്ലെങ്കിൽ നല്ല സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയിട്ടുണ്ട്. BGM ആണെങ്കിലും പാട്ടുകളാണെങ്കിലും. അതിനൊരു കാര്യം പറയാം, ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന വിനയൻ ചേട്ടൻ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. നല്ല പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ നല്ല സസ്പെൻസ് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ നമ്മുടെ ആകാശദൂത സിനിമ പോലെ കണ്ണു നിറഞ്ഞു. നല്ല പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗംഭീര സിനിമയാണ്. പിന്നെ വിഷ്ണു വിനയന് എല്ലാവിധ ആശംസകളും നേരിടുണ്ട്. കാരണം എന്ന് പറയാം, അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ഇത്ര മികവുറ്റ്. അതിൽ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. അഭിലാഷ് പിള്ള അദ്ദേഹത്തിന്റെ പാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കഥ തന്നെയാണ്. അദ്ദേഹത്തിനും ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര കണക്ട് ചെയ്തു. കുറേ അത്തരം സെന്റിമെന്റ്സ് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ്, അടിപൊളി പടം. വിനയേട്ടന്റെ മകൻ തന്നെ തെളിയിച്ചു അദ്ദേഹം. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണോ അത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആണ്. അതിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ മേക്ക് ചെയ്തു. വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ്. എല്ലാ രീതിയിലും കുറച്ച് വ്യത്യസ്തത ഉണ്ട് പടത്തിൽ. എന്തൊക്കെയാണ് നല്ല പടം, കണ്ടിരിക്കണം. സാറേ പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, നല്ല പടമാണ്. എങ്ങനെയുണ്ടായിരുന്നു അന്വേഷണം കാര്യങ്ങളൊക്കെ? നല്ല ഇൻവെസ്റ്റിഗേഷൻ. അർജുന അശോകൻ പ്രതീക്ഷിക്കാതെ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്, പിന്നെ അമ്മയുടെ ആ സാന്നിധ്യം ഭയങ്കരമായിട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്യും. അതിലില്ലാത്തൊരു സംഭവം. സാധാരണ ഒരു ത്രില്ലർ പടങ്ങളിൽ ഇല്ലാത്തൊരു സാധനമാണ് ആ ഒരു പുതിയ സാധനം. റിവ്യൂ ഒക്കെ എഴുതി വിടണം കേട്ടോ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം എന്താ, നല്ല റിവ്യൂ ഒക്കെ എഴുതി വിടണം കേട്ടോ പടത്തിനെ പറ്റി. നല്ലതായിട്ട് തന്നെ നിങ്ങൾ പറയണം കേട്ടോ. സൂപ്പർ, അഭിലാഷന്റെ പെർഫോമൻസ് സൂപ്പർ. ഈ കഴിഞ്ഞ നാളുകളിലെ പടത്തിൽ അപേക്ഷിച്ച് ഈ പടത്തിൽ സൂപ്പറായിട്ടുണ്ട്. കഴിഞ്ഞ മോശം നല്ല പറയാനാണ്, പക്ഷേ ഇത് വളരെ ശക്തമായ കഥാപാത്രമായിരുന്നു. മറ്റേ അഭിലാഷയുടെ കഥാപാത്രം അശോകന്റെ മോനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നായികയായി കുട്ടി, അതേപോലെ തന്നെ അഭിലാഷകൻ, നമ്മുടെ സൈജു കുറുപ്പ്, അങ്ങനെ എല്ലാവരും അവരുടെ കഥാപാത്രങ്ങളെ നന്നായിട്ടുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ എനിക്കിഷ്ടപ്പെട്ടത് വളരെ ടച്ചിങ് ആയ ഒരു മൂവിയാണ്. നല്ല സസ്പെൻസ് മൂവിയാണ്. സംഗീതം വിട്ടുപോയത്. സംഗീതം തിരിച്ചൊരു കലക്കി. കാരണം സംഗീതം ഇതിനകത്ത് നല്ല രസമായിട്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു കഥാപാത്രം വരുമെന്നുള്ളതേ. സംഗീതം നന്നായിട്ടുണ്ട്, തിരിച്ചൊരു നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരിക്കലും ഒരു ലാഘമൊന്നുമില്ല. എല്ലാ തരം ഓഡിയൻസിനെയും നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഷുവർ, താങ്ക് യു. ഇതിൽ നടന്ന സംഭവമായിട്ടുള്ള താരതമ്യം തോന്നുന്നുണ്ടോ ഫിലിമിൽ? നടന്ന സംഭവം ബേസ്ഡ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. ആക്ച്വലി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മിസ്സിംഗ് കേസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഒരിക്കലും ഒരു ലാഗായിട്ട് തോന്നില്ല. പിന്നെ അഭിലാഷ് പിള്ള എന്ന സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. പിന്നെ വിഷ്ണു വിനയ് എന്ന ഡയറക്ടർ ഒരു പുതിയ തുടക്കമായിട്ട് മലയാളത്തിൽ ഇനി വമ്പൻ ഹിറ്റുകൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അർജുന അശോകൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് ഫിലിം എന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട്. സസ്പെൻസ് ഒക്കെ
നന്നായിട്ട് വരുന്നു. ഇതിനകത്തൊരു ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ തന്നെയും ഒരു ഫാമിലി ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ആ പണം ബ്രേക്ക് ചെയ്തത്. ഈ സാധാരണ ഇത്ര സിനിമകളിൽ ഈ ഫാമിലി ബോർഡ് ഓഡിയൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആവില്ല. പക്ഷെ ഇത് നന്നായിട്ട് കൃത്യമായിട്ട് ബോൾ ചെയ്ത് പോകുന്ന രീതി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ നിങ്ങളത് പറയാതെ അതൊക്കെ പുതിയൊരു ഡയറക്ടറാണ്. അതെന്താ വെച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് തന്നെ നല്ലതാണ്. കാരണം സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി വേറൊരു രീതിയായിരിക്കും ചെയ്യുന്നത്. ഇത് ഫാമിലി അമ്മയും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ട്രാക്കൊക്കെ വേറെ ഉണ്ടെങ്കിൽ തന്നെയും ഈ അമ്മ എന്ന് പറയുന്നൊരു ക്യാരക്ടർ എപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര കൂടാറുണ്ട്. ക്ലൈമാക്സ് ഇൻ്റർവെൽ വരെയൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷനാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കാലഘട്ടത്തിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൊരു സാധനമുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ മകനായിട്ട് പറഞ്ഞതല്ലേ വളരെ ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. ഒരു കൂടാനും പാട്ടാത്ത